നമസ്കാരം. മഴത്തോരു മുമ്പേ സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അലീന സ്റ്റാൻലിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റാൻലിയുടെ കുടുംബമൊക്കെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് തൻ്റെ പപ്പ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയതെന്നും പപ്പായുടെ ഭാര്യയും മക്കളും ഒക്കെ മാറിപ്പോയതെന്നും ഒക്കെ അറിയാൻ വേണ്ടി തിരക്കുന്നുണ്ട് ഔതക്കുട്ടിച്ചായനോട് അലീന. ഔതക്കുട്ടിച്ചായൻ പറഞ്ഞ വിവരങ്ങളൊക്കെ അനുസരിച്ചിട്ട് അലീന ഒരു കാര്യം തീരുമാനിക്കുകയാണ്. എന്തൊക്കെയായാലും അഞ്ചലിലേക്ക് പോവുക, അവിടെ ചെന്ന് പപ്പായുടെ ഭാര്യ എൽസമ്മയും മക്കളെയൊക്കെ കാണുക, അവരോടൊക്കെ സംസാരിക്കുക, അവരെയും പപ്പയും തമ്മിലുള്ള ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി കൊണ്ടുവരിക എന്നൊക്കെ അലീന ഇങ്ങനെ വിചാരിക്കുകയാണ്. അതിനായിട്ട് അലീനയും ഔതക്കുട്ടി ചായനും കൂടെ അഞ്ചലിലെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഞ്ചലിലെത്തുമ്പം അവിടെ റീതാമ്മയുടെ വീട്ടിലാണ് എത്തുന്നത്. അഞ്ചലിലെ ചില പ്രതിസന്ധികളും അലീനയ്ക്ക് നേരിടേണ്ടി വരികയാണ്. റീതാമ്മയാണെങ്കിൽ അലീനയോട് ശത്രുത വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ റീതാമ്മ കാറ് വെച്ച് അലീനയെ മനഃപൂർവ്വം ഇടിച്ചിടുന്നൊക്കെയുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അഞ്ചലിലെ വീട്ടിലെത്തിയ അലീനയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്റ്റാൻലി ഒരു കറവ പശുവിനെ പോലെയാണ് അവർ മാക്സിമം ഉപയോഗിക്കുന്നത്. അത് ജീവിതകാലം മുഴുവനും തുടരുവാനും വേണ്ടി വളരെ തന്ത്രപരമായി സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളും അയാൾക്ക് എതിരാക്കി മാറ്റുക. വളരെ വിദഗ്ധമായി ആ തന്ത്രം ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ് റീതാമ്മ ചെയ്യുന്നത്. കുട്ടികളെ ശാസിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുമ്പോൾ എല്ലാവരും ആവർത്തിച്ച് ആ കുട്ടികളുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെച്ച് കൊടുക്കുവാൻ വേണ്ടി പറയുന്ന ചില വാക്കുകളുണ്ട്. അതെന്താ, ജനിപ്പിച്ച തന്തയ്ക്ക് വേണ്ടാത്ത ഇതുങ്ങളെ നോക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം എനിക്കുണ്ടോ? ഞാൻ എന്തെല്ലാം സഹായം ചെയ്താലും ശരി, അവസാനം എനിക്ക് തന്നെ എല്ലാം പാരയായിട്ട് വരികയും ചെയ്യും. എന്നാലും അവനവൻ്റെ കൂടപ്പിറപ്പിൻ്റെ കുഞ്ഞുങ്ങളല്ലേ എന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എത്രയൊക്കെ ആയാലും ആ തന്തയുടെ വിത്തുഗുണം അത് കാണിക്കാതിരിക്കുമോ? ഇതിങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം പഴങ്കഥ പോലെ കണക്കിന് സ്ഥാനത്തും അസ്ഥാനത്തും റീതാമ്മ മാറി മാറി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഷിച്ച വാക്കുകൾ കേട്ട് കുട്ടികൾക്കും വിശ്വാസമായിട്ടുണ്ട്. ക്രൂരനും ദുഷ്ടനുമായ സ്വന്തം പിതാവിനാൽ പരിത്യജിക്കപ്പെട്ട ഹീനരായ മക്കളാണ് തങ്ങളെന്ന്. പാപ്പയുടെ സ്നേഹശൂന്യതയും സ്വാർത്ഥതയും മൂലം ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മഹാദുഃഖം അനുഭവിക്കുന്ന സ്ത്രീയാണ് തങ്ങളുടെ പാവപ്പെട്ട അമ്മ എന്ന്. ഈ വിധം പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്കും അവരുടെ അമ്മയ്ക്കും വേണ്ടി റീതാമ്മയാൻറ്റി ഇത്രയധികം ത്യാഗം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് അവർ വലിയ അല്ലലില്ലാതെ ജീവിക്കുവാൻ കഴിയുന്നത് എന്ന്. ഇത് എങ്ങനെയാണ് തിരുത്തുമെന്ന് അലീനയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അലീന വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെയും ടാനിയും ടെൽസയും അവളുടെ മുൻപിൽ നിന്ന് മാറി മാറി പോവുകയും തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കേണ്ടതും എല്ലാം തങ്ങൾക്ക് അറിയാമെന്നുമുള്ള നിലപാടിലായിരുന്നു. ടെൽസ മാത്രം അവൾ പറയുന്നത് കേട്ട് വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു. റീതാമ്മ ഗേറ്റ് കടന്നു പോയപ്പോൾ അലീന റീതാമ്മയുടെ വീട്ടിലേക്ക് ഒന്ന് ചെന്നു. റീതാമ്മ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ കയറാൻ സമ്മതിക്കില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ അകത്തേക്ക് കയറി വന്നത് കണ്ട് റീതാമ്മ ഭർത്താവിൻ്റെ അമ്മ അന്താളിച്ചു പോയി. ഉടനെ അവർ ചോദിക്കുകയാണ്, ഇത് ആരോട് ചോദിച്ചിട്ടാ നീ ഈ വീടിനകത്തോട്ട് കയറിയത്? എൻ്റെ അമ്മച്ചി, ഞാനൊന്ന് എടുത്തുകൊണ്ട് പോകാൻ വന്നതല്ല, ഈ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാ. അലീന ഒട്ടും കൂസലില്ലാതെയാണ് പറയുന്നത്. റീതാമ്മയുടെ വീടിൻ്റെ അവസ്ഥ എൽസമ്മയുടെ വീടിൻ്റെ ഭേദപ്പെട്ടതാണെന്ന് അലീനയ്ക്ക് ബോധ്യപ്പെട്ടു. അടുക്കും ചിട്ടയും ഒന്നും ഇല്ലെങ്കിലും വിലപിടിച്ച ഗൃഹോപകരണങ്ങൾ വേണ്ടുവോളം, സെറ്റുകൾ, സോഫ സെറ്റുകൾ, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയവയെല്ലാം അലീന അവിടെ കണ്ടു. ആധുനിക സൗകര്യങ്ങളുള്ള അടുക്കളയും ഊണുമുറിയും വൃത്തിയായി സൂക്ഷിച്ചിരുന്നെങ്കിൽ പോലും എല്ലായിടവും മൂടി പിടിപ്പിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് കോൺട്രാക്ടർമാരായ മൈക്കിൾ ഇപ്പോൾ കാര്യമായ ജോലിയൊന്നുമില്ലാതെ വെറുതെ വീട്ടിലിരിക്കുകയാണ് എന്ന് അലീനയ്ക്ക് മനസ്സിലായി. റീതാമ്മയ്ക്ക് ഏതോ ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻസി ഉണ്ട്. അതിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ച് അലീനയ്ക്ക് ഏകദേശം ഒരു ഊഹവും കിട്ടിയിട്ടുണ്ട്. പിന്നെ എവിടെ നിന്ന് ഇത്രയും വലിയ സമൃദ്ധിയൊക്കെ? അപ്സ്റ്റെയറിലുള്ള ഒരു മുറിയിൽ ഇരുന്നുകൊണ്ട് ടോജോയെയും ടാനിയെയും ഉപദേശിക്കുകയാണ് എൽസമ്മ. അവൾ പറയുന്നതെല്ലാം കള്ളത്തരങ്ങളാണെന്ന് റീതാമ്മ ചേച്ചി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവൾ പറയുന്നതിനൊന്നും ചെവി കൊടുക്കണ്ട. ആരും ഒരു അടുപ്പത്തിന് പോവുകയും വേണ്ട. വല്യപ്പച്ചനോടും മിണ്ടാൻ പോകണ്ട. ഇന്നോ നാളെയോ അവരങ്ങ് പോയിക്കോളും. സ്റ്റെയർ കേസ് കയറി മുകളിലെത്ത അലീനയ്ക്ക് ഈ സംഭാഷണങ്ങൾ കേൾക്കാമായിരുന്നു. എൽസമ്മ വീണ്ടും പറയുകയാണ്, ഞാൻ നാളെ തിരുവല്ലയിലേക്ക് പോകും. 5 ദിവസത്തെ ധ്യാനമാണ്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ. മമ്മി കുടിക്കുന്ന കണ്ണുനീര് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ മക്കൾക്കെങ്കിലും എൻ്റെ പോലെ ഒരു ദുർഗതി വരരുത്. ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം തിരിച്ചു വരും, അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ. പെട്ടെന്ന് ഒരു കാലച്ച കേട്ടുകൊണ്ട് എൽസമ്മ മുഖമുയർത്തി നോക്കി. വാതിലിൻ്റെ അപ്പുറത്ത് നടന്നു വരുന്ന അലീനയെ കണ്ടതോടുകൂടി എൽസമ്മയുടെ മുഖം പാറ പോലെ അങ്ങ് ഉറച്ചു. അലീന വാതിൽ കട്ടളയിൽ ചാരി ഡോർ കർട്ടനിൽ പിടിച്ചുകൊണ്ട് 3 പേരെയും ഒന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുക, എന്നെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? ഇന്ന് കാലത്ത് മുതൽ ഇവിടെ തന്നെയാണല്ലോ, അതോ ഇങ്ങനെയാണോ എന്നും?
അത് കേട്ട മാത്രയിൽ നിന്നും അവജ്ഞയും സ്ഫുരിക്കുന്ന സ്വരത്തിൽ എൽസമ്മ പറയുകയാണ്, നീ എന്നോട് സംസാരിക്കരുത്. ഓ അത് ശരി, ശരി. അല്ല, ഞാൻ സംസാരിച്ചാൽ എന്താ ഇത്ര കുഴപ്പം? നിനക്ക് അതിനുള്ള യോഗ്യതയില്ലടി. ശരി, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് നിങ്ങൾ. എന്നാലും സ്വാതന്ത്ര്യക്കുറവ് കൊണ്ട് എൽസമ്മയെ ആൻറ്റി എന്ന് വിളിക്കുകയാണ്. ആൻറ്റി ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുന്നത് കൊണ്ട് ആർക്കാണ് നഷ്ടം? ആൻറ്റിയുടെ മക്കൾക്ക് തന്നെയാണ്. എൽസമ്മ കഠിന വൈരാഗ്യത്തോടു കൂടി അലീനയെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അലീന, ഈ മക്കളുടെ മനസ്സിൽ പപ്പയെക്കുറിച്ചുള്ള കുറേ തെറ്റിദ്ധാരണകൾ നട്ടു വളർത്തിയത് കൊണ്ട് ആർക്കാണ് ലാഭം? ആൻറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഈ കുട്ടികൾക്കുണ്ടോ? നഷ്ടമേ ഉള്ളൂ ഇവർക്ക്. ഇവരുടെ പപ്പയുടെ കരുതലും സ്നേഹവും നഷ്ടമാകുന്നു. ആൻറ്റിക്ക് സ്വന്തം ഭർത്താവിനെ ഒന്നിച്ചുള്ള ജീവിതവും നഷ്ടമാകുന്നു. ഉടനെ എൽസമ്മ പുച്ഛത്താൽ ചുണ്ടു കൂട്ടിക്കൊണ്ട് പറയുകയാണ്, ഭർത്താവ്, പപ്പ എന്ത് തെറ്റ് ചെയ്തിട്ടാ എൽസമ്മ ആൻറ്റി പപ്പയെ ഇത്ര കണ്ട് വെറുക്കുന്നത്? ഈ കയ്പിന് ഒരു അടിസ്ഥാനം വേണമല്ലോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പപ്പയുടെ മനസ്സിൽ സ്നേഹമുണ്ട്, മക്കളെ ഇഷ്ടമാണ്. എൽസമ്മ ആൻറ്റിക്ക് അങ്ങോട്ടുള്ളതിനേക്കാൾ 100% വൈരാഗ്യം പോലും ഇങ്ങോട്ടില്ല. താനും എനിക്ക് വെറുപ്പുണ്ടാക്കി ഈ ജന്മത്തെ തീർക്കാൻ തീരാത്ത വൈരാഗ്യവും ഉണ്ട്. കൊള്ളാം, ഇത്രയും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഇത്രമേൽ ദാനങ്ങളും സുവിശേഷ യോഗങ്ങളിലും പങ്കെടുത്തിട്ട് അതിനൊരു കുറവും വന്നിട്ടില്ല. പിന്നെ എന്തിനാ ആൻറ്റി ഈ പള്ളിയിലേക്ക് പോകുന്നത്? അതോ അയാൾ അത്രയ്ക്ക് എന്നോട് ചെയ്തിട്ടുണ്ട്, ഒരല്പം മനസമാധാനത്തിന് വേണ്ടിയാ ഞാൻ അങ്ങനെ പട്ടിയെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ഇത് പറയുമ്പോൾ എൽസമ്മ കിതയ്ക്കുവാൻ വേണ്ടി തുടങ്ങി. പപ്പ ചെയ്ത തെറ്റ് എന്താണെന്ന് പറയൂ ആൻറ്റി. അത് തിരുത്തുവാൻ പപ്പ തയ്യാറാണെങ്കിൽ ആ വഴിക്ക് നമുക്കൊന്ന് ശ്രമിക്കാമല്ലോ. അയാൾ ചെയ്ത തെറ്റോ? അയാൾ എന്നോട് തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിന്നെപ്പോലെ ഒരു പിഴച്ച മകൾ അയാൾക്ക് എങ്ങനെയുണ്ടായി? ചതിയൻ, വഞ്ചകൻ. ആൻറ്റി, ഞാനുണ്ടെന്നുള്ള വിവരം ഈ അടുത്ത കാലത്തല്ലേ പപ്പ അറിഞ്ഞത്? അതിനു മുമ്പ് തന്നെ പിണങ്ങി പിരിഞ്ഞവരാണല്ലോ നിങ്ങൾ. അതിനൊരു കാരണം വേണ്ടേ? ഉണ്ടടി, കാരണമുണ്ടടി, 1000 കാരണങ്ങളുണ്ട്. ശരി, ഒരെണ്ണം ഒന്ന് പറ. അയാളുടെ ഇഷ്ടങ്ങളായിരുന്നു വലുത്. അയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കുടിക്കണം, അയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കണം. എൻ്റെ സമയത്തിന് ഒരു വിലയുമില്ല. തോന്നുമ്പോൾ വീട്ടിൽ നിന്ന് പോകും, തോന്നുമ്പോൾ കയറി വരും. ഞാനെന്താ വീട് സൂക്ഷിപ്പുകാരിയോ? അതോ മക്കളെ പ്രസവിച്ച് വളർത്തുവാൻ വാടകയ്ക്കെടുത്തവളോ? കുഞ്ഞുങ്ങളുടെ തീറ്റവും മൂത്രവും കോരാനും വിഴുപ്പലകാനും മാത്രമുള്ള കൂലിക്കാരിയോ? എൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും ആ റബ്ബർ തോട്ടം വാങ്ങാൻ പോയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ആരാ കേൾക്കാൻ? അയാൾക്ക് തനിയെ സുഖിച്ച് താമസിക്കണം. ആ രൂപ കൊണ്ട് ഇവിടെ സ്ഥലം വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ കേട്ടില്ല. എൻ്റെ വാക്കിന് എന്ത് വിലയാ? തറവാട് സ്വത്ത് വീതം വെച്ചപ്പോൾ അപ്പച്ചനും അനിയന്മാരും കൂടി പറ്റിച്ചു. കിട്ടാൻ അർഹതയുള്ള ഓഹരി കണക്ക് പറഞ്ഞ് വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ അയാൾക്ക് വേണ്ട. ഒടുവിൽ ഞാൻ ആർത്തിക്കാരിയായി. തറവാട്ടിൽ ചെല്ലുമ്പോൾ ആ തള്ളയും മക്കളും എന്നോട് പെരുമാറിയിരുന്നത് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകത്തില്ലടി. അത് കേട്ടപ്പോഴേക്കും അലീനയ്ക്ക് പെട്ടെന്നൊരു വിസ്മയം ഉണ്ടായി. അവൾ ചോദിക്കുകയാണ്, ആരെ? ചിന്നമ്മയോ? എൻ്റെ കുഞ്ഞുങ്ങളോട് മാത്രം ആ തള്ളയ്ക്ക് പുച്ഛം. ഒരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തിട്ടില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ തള്ള. മറ്റു മക്കളെ ഊട്ടാൻ അവർക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. ഒരു കട്ടൻ കാപ്പി എടുത്ത് എനിക്ക് തന്നിട്ടില്ല ആ തള്ള. ചാകുന്നവരെ ഞാൻ തെണ്ടിക്കയറി വന്നവളാണെന്നും അല്ലേടി. എൻ്റെ അപ്പൻ നല്ലതുപോലെ ശ്രീധരൻ തന്നെയാണ് എന്നെ ആ തറവാട്ടിലേക്ക് അയച്ചത്. ഞാൻ ആ തള്ളയുടെ കുറ്റം വല്ലതും പറഞ്ഞു പോയാൽ അയാൾക്ക് പിന്നെ തൊട്ടതും പിടിച്ചതും എല്ലാം ദേഷ്യമാ. ആ നീചൻ്റെ ചരിത്രം റീത്താമ്മ ചേച്ചിക്ക് അറിയാം. ഞാൻ എല്ലാം മറന്നു. പക്ഷെ ദൈവത്തോടടുക്കാൻ ഞാൻ അപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ മമ്മി അനുഭവിച്ച ഭീകര ദുരിതങ്ങളെക്കുറിച്ച് കേട്ടില്ലേ എന്ന മട്ടിൽ ടോജോയും ടാനിയയും അലീനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അലീനയുടെ കണ്ണുകൾ സഹതാപം നിറഞ്ഞു. എന്നിട്ട് അവൾ പറയുകയാണ്, എൽസമ്മ ആൻറ്റി എല്ലാം മറന്ന് ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയല്ല, കൂടുതൽ വൈരാഗ്യത്തോടെ എല്ലാം വീണ്ടും ഓർമ്മിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഓരോ തവണ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും ഓരോ ധ്യാനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും പപ്പയുടെ ഓരോ തെറ്റുകൾ വീതമെങ്കിലും മറക്കാനും പൊറുക്കുവാനും ആൻറ്റിക്ക് കഴിഞ്ഞെങ്കിൽ തുറന്നു പറയാലോ, പപ്പയുടെ ക്രൂരകൃത്യങ്ങൾ കേൾക്കാമല്ലോ എന്ന് പ്രതീക്ഷിച്ചു നിന്ന എന്നെ ആൻറ്റി വല്ലാതെ നിരാശപ്പെടുത്തി. എടി, നിന്റെ കണ്ണുകൾ കൂടി നോക്കുമ്പോൾ നിന്റെ തന്ത ചെയ്തതെല്ലാം നിനക്ക് ശരിയായിരിക്കും. നിനക്ക് അങ്ങനെ തോന്നും. അട്ടയെ പിടിച്ച് മെത്ത കിടത്തിയിരിക്കുന്നത് പോലെ നിന്നെ കൊണ്ടുപോയി കൊട്ടാര റാണിയായി വാഴിച്ച് സപ്രപഞ്ചത്തിൽ കയറ്റി സുഖിപ്പിച്ച് കിടത്തിയിരിക്കുകയല്ലേ? ആ കൊള്ളാം, എന്നെ ആര് താലോലിച്ചു എന്നാ എൻ്റെ അടുത്ത് വെട്ടൊന്ന് മുറി 2 എന്ന രീതിയിലായിരുന്നു പപ്പ. എന്നെ എന്തുമാത്രം വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ സ്നേഹിച്ച ഇത്രയെങ്കിലും അടുപ്പിച്ചത്. എന്നാലും ഇപ്പോഴും എന്ത് ചോദിച്ചാലും ആദ്യം പപ്പ പറയുന്നത് നോ എന്ന് തന്നെയാണ്. പപ്പ അങ്ങനെ ആയിപ്പോയി. മനസ്സിൽ നന്മയില്ലാഞ്ഞിട്ടോ അല്ല. ചില മനുഷ്യരുടെ മനസ്സ് ഈ ആമയുടെ പുറന്തോട് പോലെയാ. ഇങ്ങനെ കട്ടിയുള്ള ഒരു ആവരണം കാണും. നമ്മൾ സ്നേഹിച്ച് വേണം ആ മനസ്സിലേക്ക് കയറാൻ. അല്ലാതെ ഞാനും പപ്പയുടെ മോളല്ലേ, ഞാനും പപ്പയുടെ ഒരു മോനല്ലേ. പപ്പയുടെ സൗകര്യം ഉണ്ടെങ്കിൽ വാരിക്കോരി തരട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നാൽ ഒന്നും കിട്ടത്തില്ല. ആരാണോ ആവശ്യക്കാർ അല്ലെങ്കിൽ ആവശ്യക്കാരി അവരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പക്ഷെ നിങ്ങളുടെ വിചാരം ഭിക്ഷ യാചിക്കേണ്ടത് ധനവാനാണെന്നാണ്. വിശക്കാരൻ കോട്ട് സൂട്ടുവിട്ട് കാറിൽ കയറി ഗമയോട് ഞെളിഞ്ഞിരുന്നാൽ ആരെങ്കിലും വിഷ കൊടുക്കുമോ? ഉടനെ എൽസമ്മ പറയുകയാണ്, എടി, സ്വന്തം മക്കൾക്ക് അവരുടെ അപ്പം കൊടുക്കുന്നത് സ്നേഹം ഭിക്ഷയാണെന്ന് പറയുവാൻ നിന്നെപ്പോലെ തെണ്ടി പരിചയമുള്ള പിച്ചക്കാരിക്ക് മാത്രമേ പറ്റുള്ളൂ.
ആ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ചിലർ ചോദിക്കാതെ തരും, മറ്റു ചിലർ ചോദിച്ചാലേ തരൂ, വേറെ ചിലർ ചോദിച്ചാലും തരില്ല. നിങ്ങളൊക്കെ ഒരു തരിമ്പ് സ്നേഹം കൊടുക്കാതിരുന്നിട്ടോ പപ്പ നിങ്ങൾക്ക് ചോദിക്കാതെ തന്നെ കുറെ തരുന്നുണ്ടല്ലോ. എന്തോന്ന് തരുന്നുണ്ടെന്നാ? അതെന്താ ആന്റി ഇങ്ങനെ ചോദിക്കുന്നേ? വീട്ടു ചെലവിനുള്ള പണം, കുട്ടികളുടെ പഠിപ്പിനുള്ള പൈസ, ഇതെല്ലാം പപ്പായല്ലേ തരുന്നത്? നക്കാപ്പിച്ച. അതും റീത്താമ്മ ചേച്ചി വല്ലവന്റെ മുമ്പിൽ ചെന്ന് നാവിട്ടലിച്ച് കൈയും കാലും പിടിച്ച് കെഞ്ചിയാൽ കിട്ടുന്നത്. എൽസമ്മ ആന്റി ഇങ്ങനെ ഇവിടെ ഇരുന്ന് മുൻവിധിയോടുകൂടി കാര്യങ്ങൾ കാണാതെ ഒരു ദിവസം കുളത്തൂപ്പുഴയ്ക്ക് വന്ന് ആ കണക്കൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കണം. കണക്ക് എഴുതാൻ ആർക്കടി കഴിയാത്തത്? റീത്താമ്മ ചേച്ചി എന്നോട് നുണയൊന്നും പറയില്ല. എനിക്ക് ഉറപ്പുണ്ട്. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ മക്കളും എന്നെ പെരുവഴിയിൽ ഇറങ്ങി തെണ്ടേണ്ടി വന്നേനെ. ആ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ചേച്ചിയാണ് ഈ കുടുംബത്തിലെ ധൂമഹേതു. അതെനിക്ക് ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ മനസ്സിലായി. ആന്റി പപ്പായുടെ കുറ്റകൃത്യങ്ങൾ ഊതി വീർപ്പിച്ച് ചേച്ചിയെ പറഞ്ഞു കേൾപ്പിച്ച് ചേച്ചിയെ അത് പർവ്വതീകരിച്ച് ആങ്ങളമാരെ കേൾപ്പിച്ച് നിങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് അഗ്നിപർവ്വതമാക്കി മാറ്റി. എടി നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലടി എന്നോട് സംസാരിക്കരുതെന്ന്. പോയിക്കോ എൻ്റെ മുമ്പിൽ നിന്ന്. ഞാൻ പോയിക്കോളാം. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങളുടെ ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം പരസ്പര ബഹുമാനമില്ലായ്മ എന്നുള്ളതാണ്. വീട്ടിൽ വരുന്ന അതിഥികളോട് ബഹുമാനമില്ല. വലിയപ്പച്ചനോട് നിങ്ങൾ പെരുമാറിയ രീതി ഞാൻ കണ്ടതാണല്ലോ. താഴെ ഒരു പ്രായം ചെന്ന സ്ത്രീയെ കണ്ടു, റീത്താമ്മ ആന്റിയുടെ ഭർത്താവിൻ്റെ അമ്മ. അവരോട് ചേച്ചിയും മക്കളും പെരുമാറുന്നതും ഞാൻ കണ്ടു. തുടർന്ന് അലീന തിരിച്ചു പോകാൻ ഭാവുകയാണെന്ന് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറയുകയാണ്, ഒരു കാര്യം കൂടി, പപ്പായുടെ കുറ്റങ്ങൾ ഊതി വീർപ്പിച്ച് പെരുപ്പിച്ചുണ്ടാക്കിയ ഒരു തടവറയിൽ കിടക്കിയാണ് നിങ്ങൾ അമ്മയും മക്കളും. നിങ്ങൾ ഇങ്ങനെ കിടന്നുകൊണ്ട് റീത്താമ്മ ആന്റി പല ലാഭങ്ങളും കാണും. അതുകൊണ്ട് അവരുടെ ഈ തടവറ പൊളിക്കുവാൻ കൂട്ടുനിൽക്കില്ലെന്ന് മാത്രവുമല്ല, ഇനിയും ഇങ്ങനെ ബലപ്പെടുത്തുവാൻ നോക്കുകയും ചെയ്യും. ഈ തടവറയിൽ നിന്നും എന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കുവാൻ പറ്റുമോ അന്ന് നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം കാണും. അലീന തിരികെ പോന്നു. രാവിലെ തെൽസയുടെ മുറ്റമടിക്കുവാൻ പരിശീലിപ്പിച്ചുകൊണ്ട് വീടിന്റെ മുൻഭാഗത്ത് നിൽക്കുകയാണ് അലീന. തെൽസയ്ക്ക് ഒന്നിനും ഏകാഗ്രതയില്ല എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. 2-3 തവണ മുറ്റത്ത് ചൂലൊന്ന് ഓടിച്ചിട്ട് അവൾ നിവർന്നു നിന്നു. അലീനയോട് എന്തെങ്കിലും ഒരു കിന്നാരം പറയും. അവളെ കൊണ്ട് മുറ്റം മുഴുവൻ വൃത്തിയാക്കിക്കണമെന്നുണ്ടെങ്കിൽ 16 മണിക്കൂറെങ്കിലും വേണ്ടി വരുമെന്ന് അലീനയ്ക്ക് തോന്നി. ഒന്നും അടുക്കോടെയും ചിട്ടയോടെയും ചെയ്യാൻ അറിയില്ല. ടെൽസിയെ തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരൊറ്റ വർഷം കൊണ്ട് സമൂല പരിവർത്തനം വരുത്തുവാൻ കഴിയുമായിരുന്നു എന്ന് അലീന ചിന്തിച്ചു. അല്പനേരത്തിന് ശേഷം ഒരു ഭാഗ്യം തൂക്കിപ്പിടിച്ച് റീത്താമ്മയും പിന്നിൽ എൽസമ്മയും അടുത്ത വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് വരുന്നത് അലീന കണ്ടു. എൽസമ്മ മനഃശാന്തി തേടി തിരുവല്ലയിലെ ധ്യാനത്തിന് പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. റീത്താമ്മ അനുജത്തിയെ കൊണ്ടുവിടാൻ പോവുകയാണെന്നും. കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് ബാഗ് വെച്ചിട്ട് റീത്താമ്മ അലീനയെ ഒന്ന് നോക്കി. എന്നിട്ട് എൽസമ്മയോട് കാറിലോട്ട് കയറിയിരുന്ന് ഞാൻ ഇപ്പോൾ വരാം ഇത് പറഞ്ഞിട്ട് റീത്താമ്മ അലീന നിൽക്കുന്നിടത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിക്കുക, നീ ഇന്നലെ ആരോട് ചോദിച്ചിട്ടാടി എൻ്റെ വീട്ടിൽ വന്ന് കയറിയത്? ആരോടും ചോദിച്ചില്ല. എൻ്റെ അനുവാദമില്ലാതെ നീ എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കും അല്ലേ? അധിക പ്രസംഗി. നിനക്ക് തോന്നിയസം കാണിക്കാൻ നിന്റെ തന്തയുടെ വകയൊന്നും അല്ല ആ വീട്. മനസ്സിലായോടി? ഉടനെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അലീന പറയുകയാണ്, എൻ്റെ പപ്പയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് കയറി ഇറങ്ങി നടക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചും അങ്ങനെ തന്നെയാവാം. ഏതാടി നിന്റെ പപ്പയുടെ വീട്? ഈ ഇരിക്കുന്ന വീട് സ്ഥലവും വാങ്ങിയത് നിങ്ങളുടെ അനുജത്തിയുടെ പേരിലായിരിക്കും. പക്ഷേ വീടിൻ്റെ ഡോക്യുമെന്റ്സ് എൻ്റെ പപ്പയുടെ പേരില്ല. ഓ, നീ അവകാശം സ്ഥാപിക്കാൻ വന്നതാ അല്ലേ? എനിക്ക് നിങ്ങളുടെ ആരുടെ ഒരു അവകാശവും വേണ്ട. നിങ്ങൾ ആരും അതുവഴി തരികയും വേണ്ട. അല്ലെങ്കിൽ ഇങ്ങ് വാടി, നിനക്ക് ഞാൻ തരാം. നീ എന്തൊക്കെയാടി ഈ എൽസമ്മയോട് പറഞ്ഞത്? ഞാനാണ് അവളുടെ കുടുംബത്തെ തല്ലി പിരിച്ചതെന്നോ? എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നോ? ആ, ഞാനൊരു സത്യം പറഞ്ഞെന്നേ ഉള്ളൂ. എന്ത് സത്യമാടി? എന്ത് ലാഭമാടി ഞാൻ ഉണ്ടാക്കിയത്? പിന്നെ നിങ്ങൾ എന്തിനാ ഈ അനുജത്തിയെ ഉന്തിത്തള്ളി ധ്യാന കേന്ദ്രത്തിലോട്ട് അയക്കുന്നേ? നന്നാവാനാണെങ്കിൽ 2-3 ധ്യാനം കൂടിയാൽ മതി. 150 ധ്യാനം കൂടുന്നത് മനോരോഗത്തിന്റെ ലക്ഷണമാ. സ്വന്തം അനുജത്തിയെയും മക്കളെയും ചൂഷണം ചെയ്ത് നിങ്ങൾ എത്ര കാലം ജീവിക്കും? കോപം കൊണ്ട് റീത്താമ്മയുടെ മൂക്ക് വിറയ്ക്കുവാൻ തുടങ്ങി. ദഹിപ്പിക്കും വിധം അലീനയെ നോക്കിയിട്ട് അവർ കാറിനടുത്തേക്ക് തിരിഞ്ഞു. അലീന തിരിഞ്ഞ് മുറ്റമടിക്കുന്ന ടെൽസയെ ശ്രദ്ധിച്ചു. റീത്താമ്മ കാർ ഓടിച്ച് ഗേറ്റിന് നേർക്ക് വരികയാണ്. ടെൽസ ചേച്ചിയെ ഉറക്ക വിളിക്കുന്നത് കേട്ട അലീന ഞെട്ടിത്തിരിഞ്ഞു. ഈ സമയത്ത് കാറിന്റെ ബമ്പർ അലീനയുടെ കണങ്കാലിലൂടെ അമർത്തി ഉരസി കടന്നുപോയി. മുൻചക്രം അവളുടെ പാദങ്ങളിലൂടെ കയറി ഇറങ്ങി. അലീന അമർന്നു പോയ ഒരു നിലവിളിയോടെ നിലത്തേക്ക് അങ്ങ് ഇരുന്നു. കാർ ഗേറ്റ് കടന്നുപോയി. ഔതക്കുട്ടിച്ചായൻ സിറ്റ് ഔട്ടിൽ നിന്നും ഓടി ഇറങ്ങി വന്നു. അവൾ കാർ ഓടിച്ച് കൊന്നേനെയല്ലോ. ഔതക്കുട്ടിച്ചായൻ അലീനയെ താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഉടനെ നിവർന്ന് നിന്നിട്ട് അലീന, സാരമില്ല, ആരും പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല, നല്ല വേദനയുണ്ട്. മുടന്തി അവൾ സിറ്റ് ഔട്ടിലേക്ക് കയറി. കടുത്ത വേദന കടിച്ചമർത്തുകയാണ് ഇതിനിടയിൽ അലീന. ടെൽസയോട് പറയാണ്, മോളെ ഇത്തിരി വെള്ളം കൊണ്ടുവാ, കാലൊന്ന് കഴുകട്ടെ. ടെൽസ വെള്ളം കൊണ്ടുവന്നു. അലീന മാർബിൾ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് കാല് സിറ്റ് ഔട്ടിന്റെ താഴേക്ക് തൂക്കിയിട്ടുകൊണ്ട്
കഴുകി. ഔതക്കുട്ടിച്ചായൻ കാൽവിരലുകൾ പിടിച്ചു വലിച്ചിട്ട് ഞൊട്ട വിടുവിക്കുകയും തിരുമുവാൻ ശ്രമിച്ചു. വേണ്ട വേണ്ട വല്യപ്പച്ച, വേണ്ട, വേദനിക്കുന്നുണ്ട്. അസ്ഥിക്ക് പൊട്ടലോ മറ്റോ ഉണ്ടോ മോളെ? ഏയ്, അതൊന്നുമില്ല വല്യപ്പച്ച, അവൾ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. നീ അവിടെ നിൽക്കുന്നത് കാണാഞ്ഞിട്ടാണോ? അറിയാതെ പറ്റിപ്പോയതായിരിക്കും, പേടിപ്പിക്കാൻ വേണ്ടി അടുത്തുകൂടെ കൊണ്ടുപോയതായിരിക്കും ചിലപ്പോൾ. എന്നാലും ഇത് കുറെ കടുത്ത വിളച്ചിലായി പോയി. ലാലിച്ചനോട് ഞാൻ വിളിച്ച് പറയട്ടെ മോളെ? വേണ്ട വല്യപ്പച്ച, പറയണ്ട. ഇനി ഇതൊരു പ്രശ്നമാക്കേണ്ട. പക്ഷേ അരമണിക്കൂറിനുള്ളിൽ കാൽപാത നീര് വന്നെന്ന് തീർത്തു. സ്റ്റാൻലിയെ അറിയിക്കേണ്ടെന്ന് അലീന പറഞ്ഞത് കാരണം ഔതക്കുട്ടിച്ചായൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതിൽ കയറ്റി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പെരുവിരലിന്റെ ജോയിന്റിൽ നേരിയ പൊട്ടലുണ്ടെന്ന് മനസ്സിലായി. ഉടൻ തന്നെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടു. ഒടുവിൽ ഔതക്കുട്ടിച്ചായൻ പറയുകയാണ്, ഇതെന്തായാലും ഞാൻ ലാലിച്ചനോട് പറയും, ഇല്ലെങ്കിൽ വിവരം അറിയുമ്പോൾ അവൻ എന്നെ പഴിക്കും. ഔതക്കുട്ടിച്ചായൻ അലീനയുടെ വിലക്കിനെ അവഗണിച്ച് കുളത്തുപുഴയ്ക്ക് ഫോൺ ചെയ്തു. സ്റ്റാൻലി അരമണിക്കൂറിനകം ഹോസ്പിറ്റലിൽ എത്തി. അവളെ കാറിൽ കയറ്റി കുളത്തുപുഴയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് സ്റ്റാൻലി അലീനയോട് ചോദിക്കുകയാണ്, എന്താ നിനക്ക് സംഭവിച്ചത്? സത്യം പറയണം. എന്നോട് പപ്പ ഒന്നുമില്ല, സാരമില്ല, വിട്ടുകളഞ്ഞേക്ക്. അലീന ഞാൻ ചോദിച്ചതിന് മറുപടി പറയണം. ഒടുവിൽ സ്റ്റാൻലിയുടെ നിർബന്ധത്തിന് മുൻപിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അലീന വിവരിച്ചു. വീണ്ടും അവൾ പറയുന്നുണ്ട്, പോട്ടെ പപ്പ, സാരമില്ല, അതൊരു പക്ഷേ അബദ്ധം പറ്റിയതായിരിക്കും. റീത്താമ്മ അനുജത്തിയെ തിരുവല്ലയിൽ കൊണ്ടുപോയി വിട്ടിട്ട് മടങ്ങി എത്തിയിട്ടേ ഉള്ളൂ. കാർ പോർച്ചിൽ കിടപ്പുണ്ട്. ഒരു ജീപ്പ് കയറ്റി കിടന്ന് എൽസമ്മയുടെ വീടിന്റെ മുറ്റത്തേക്ക് വന്നു. തൊട്ടു പിന്നാലെ ഒരു ക്രെയിൻ വെളിയിലും വന്നു നിന്നു. തുടർന്ന് ജീപ്പ് നിരമ്പി കുതിച്ച് സ്ഫോടനം ഉണ്ടായതുപോലെ ഒരു ശബ്ദം കേട്ട് റീതാമ്മയും മക്കളും സിറ്റൗട്ടിലേക്ക് ഓടിയിറങ്ങി. മാരുതിക്കാറിന്റെ പിൻപിൽ ഇടിച്ചു നിൽക്കുകയാണ് ജീപ്പ്. കാറിന്റെ ഡിക്കിയും മുൻപിലത്തെയും പിൻപിലത്തെയും ബമ്പറുകളും ബ്രേക്ക് ലൈറ്റുകളും ഹെഡ് ലൈറ്റുകളും എല്ലാം പൊട്ടി തകർന്നിരിക്കുന്നു. ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ സ്റ്റാൻലി. അയാൾ റിവേഴ്സ് ഗിയർ ഇട്ട് ജീപ്പ് ഏതാനും വാര പുറകിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഗിയർ മാറ്റി ജീപ്പുമായി മുൻപോട്ട് കുതിച്ചു. ആദ്യത്തേക്കാൾ ശക്തമായിരുന്നു രണ്ടാമത്തെ ഇടി. ഭൂമി കുലുക്കത്തിന്റെ എന്ന പോലെ വീട് കുലുങ്ങി. ജനാലച്ചിലകൾ വിറച്ചു. കാറിന്റെ മുന്നിലെയും പിന്നിലെയും ഗ്ലാസുകൾ വെട്ടിച്ചു കീറി പൊട്ടിച്ചിതറി. കാറിനുള്ളിലും വെളിയിലും വീണു. രണ്ടാമത്തെ ഇടിയോട് കാറിന്റെ പിൻഭാഗം ജീപ്പിന്റെ ബമ്പറിൽ കോർത്തു പോയിരുന്നു. സ്റ്റാൻലി ജീപ്പ് പിറകോട്ടെടുത്തപ്പോൾ കാറും നെരുങ്ങി പിറകിലേക്ക് പോന്നു. എൽസമ്മയുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇറങ്ങി നിന്ന് സ്റ്റാൻലിയുടെ മക്കൾ ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. സ്റ്റാൻലിയുടെ ജീപ്പ് റിവേഴ്സ് ഗിയറിൽ തന്നെ ഗേറ്റ് കടന്നുപോയി. ജീപ്പിന്റെ ബമ്പറിൽ കൊരുത്ത കാർ സ്റ്റാൻലി മുൻപോട്ട് തള്ളിക്കൊണ്ടുപോയി റോഡരികിൽ നിന്ന ഒരു മരത്തിൽ ഇടിച്ചു. ഇത്തവണ ജീപ്പ് പിറകോട്ടെടുത്തപ്പോൾ അല്പദൂരം റോഡിലൂടെ നിരങ്ങിയ ശേഷം കാർ ജീപ്പിന്റെ ബമ്പറിൽ നിന്നും വിട്ടുപോന്നു. സ്റ്റാൻലി ജീപ്പിൽ നിന്ന് ഇറങ്ങി ക്രെയിനിന്റെ സമീപം ചെന്നു. എന്നിട്ട് ക്രെയിൻ സർവീസുകാരനോട് പറയുകയാണ്, അത് തൂക്കിയെടുത്ത് ഏതെങ്കിലും ഓതറൈസ്ഡ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കൺമുന്നിലെ കാഴ്ച കണ്ട്. ക്രെയിൻ സർവീസുകാരൻ അന്തം വിട്ടു പോയിരുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് കാർ എടുത്തുകൊണ്ട് പോകണം. എൻ്റെ കാറാണ്. ബുക്കും പേപ്പറും ഇൻഷുറൻസും എല്ലാം എൻ്റെ പേരിൽ തന്നെയാണ്. ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഞാൻ ഏറ്റു. അത് കേട്ടുകൊണ്ട് ക്രെയിൻ സർവീസുകാർ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. അത് ക്രെയിനിൽ എടുക്കുവാനുള്ള പണി തുടങ്ങി. റീതാമ്മയും എൽസമ്മയും മക്കളും അപ്പോഴും സിറ്റ് ഔട്ടിൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തു ചെയ്യണമെന്ന് ആർക്കും ഒരു പിടിയും കിട്ടിയില്ല. ടെൽസിയുടെ മുഖത്ത് മാത്രം അത്ഭുതവും സന്തോഷവും കൗതുകവും കാണാമായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എന്ത് നല്ല രസമായിരുന്നു കാണാൻ. റീതാമ്മ ആങ്ങളമാർക്ക് ഫോൺ ചെയ്തുകൊണ്ട് സമനില തെറ്റിയതുപോലെ മുറിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. റീതാമ്മയുടെ ആങ്ങളമാർ ഓരോരുത്തരായി സ്ഥലത്തെത്തുമ്പോഴേക്കും കാറും കൊണ്ട് ക്രെയിൻ സർവീസുകാരും സ്റ്റാൻലിയും സ്ഥലം വിട്ടിരുന്നു. റീതാമ്മ പൊട്ടിത്തെറിക്കുവാൻ തുടങ്ങി. വെട്ടുപോത്ത് പോലെ 4 ആങ്ങളമാരുണ്ടായിട്ടും എനിക്ക് എന്ത് ഗുണം? ഈ കാണിച്ച തെമ്മാടിത്തരം നിങ്ങൾ കണ്ടോ? റീതാമ്മ കാർ പോർച്ചിൽ പൊട്ടിച്ചെതറിക്കിടക്കുന്ന ചില്ലുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചീറുകയാണ്. എൻ്റെ വീട്ടിലെ കാർ പോർച്ചിൽ കയറി അതിക്രമം കാണിക്കാൻ അയാൾക്ക് എന്താ അധികാരം? ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? നീതിയും നിയമവും പോലീസും കോടതിയും ഒന്നുമില്ലേ? റീതാമ്മ സംഭവം വിവരിക്കുന്നത് കേട്ടപ്പോൾ അച്ഛൻ കുഞ്ഞിൻ്റെയും ഏലിയാസിൻ്റെയും സാമുവലിൻ്റെയും സേവിച്ചിൻ്റെയും ഒക്കെ ചോര തിളച്ചു. ഇതിനകം അയൽക്കാരിൽ ചിലരും അവിടെ എത്തിയിരുന്നു. റീതാമ്മയും ആങ്ങളമാരും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. തൻ്റെ വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അതിന് നഷ്ടപരിഹാരം കിട്ടണമെന്നും റീതാമ്മ സബ് ഇൻസ്പെക്ടറോട് പറഞ്ഞു. പരാതി സ്വീകരിച്ച ശേഷം അന്വേഷിക്കാമെന്ന് പറഞ്ഞ് SI അവരെ പറഞ്ഞയച്ചു. പിറ്റേന്ന് രാവിലെ റീതാമ്മയും സഹോദരങ്ങളും വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ SI പറയുകയാണ്, ഞാൻ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു. നിങ്ങളുടെ വീടിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്തു തരാമെന്ന് നിങ്ങളുടെ സഹോദരി ഭർത്താവ് ഏറ്റിട്ടുണ്ട്. ആഹാ, അത്രയേ ഉള്ളൂ. അയാളുടെ പേരിൽ വേറെ നടപടിയൊന്നും എടുക്കത്തില്ലേ? ഞാൻ വർക്ക്ഷോപ്പിൽ പോയി കാർ കണ്ടു. ശരിയാണ്, ഇടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. മനഃപൂർവ്വം ചെയ്തതാണെന്ന് പ്രതി കുറ്റസമ്മതവും നടത്തി. എന്നിട്ടും സാർ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ലേ? എങ്ങനെ ആക്ഷൻ എടുക്കും? സ്റ്റാൻലിയുടെ പേരിലുള്ള കാറിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഇടിച്ചു തകർത്തു. ക്രെയിൻ സർവീസുകൾ റോഡിൽ നിന്നാണ് കാർ എടുത്തുകൊണ്ടുപോയത്. അതിനാൽ അവരുടെ പേരിലും ആക്ഷൻ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് റീതാമ്മ SIയുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് പോലും ചിന്തിക്കാതെ ചീറുകയാണ്. എൻ്റെ വീട്ടുവളപ്പിൽ കയറിയാണ് അയാൾ അതിക്രമം കാണിച്ചത്. ഓക്കെ, അതും സ്റ്റാൻലി സമ്മതിച്ചു. പക്ഷേ സ്റ്റാൻലിയുടെ കാർ എങ്ങനെ നിങ്ങളുടെ കാർ പോർച്ചിൽ വന്നു? ഒന്നുകിൽ നിങ്ങൾ ബലമായി പിടിച്ചെടുത്തു, അല്ലെങ്കിൽ മോഷ്ടിച്ചു. ഇത് രണ്ടും കുറ്റകരമാണ്. അതേപ്പറ്റി നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ റീതാമ്മ അടുത്ത ന്യായം പറയുകയാണ്, സാറേ, എൻ്റെ അനുജത്തി സ്റ്റാൻലിയുടെ ഭാര്യയാണ്. അവൾക്ക് സ്റ്റാൻലി കൊടുത്തിരുന്ന കാറാണത്. ഞാൻ അവളുടെ ചേച്ചിയാണല്ലോ.
അത് ന്യായം. പക്ഷെ സ്റ്റാൻലിയുടെ പരാതി നിങ്ങൾ കാർ മോഷ്ടിച്ചതെന്നായിരിക്കും. എൻ്റെ സാറേ, മോഷ്ടിച്ചതല്ലെന്ന് എൻ്റെ അനുജത്തി സാക്ഷി പറയും. SI കുര്യാക്കോസ് ഒരു ചെറിയ ചിരിയോടുകൂടി ചോദിക്കുകയാണ്. ഭർത്താവിനെതിരെ മൊഴി നൽകുന്ന ഭാര്യ ചിലപ്പോൾ സാക്ഷി പട്ടികയിൽ നിന്ന് മാറി എതിർ കക്ഷിയായെന്നിരിക്കും. അത്രയ്ക്കൊക്കെ പോണോ? നിങ്ങളുടെ വീടിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലി അത് റിപ്പയർ ചെയ്തു തരും. നിങ്ങൾ ബന്ധുക്കൾ തമ്മിൽ എന്തിനാണ് വെറുതെ ഒരു വഴക്ക്? അയാൾ ഞങ്ങളുടെ ബന്ധുവൊന്നും അല്ല സാറേ, ഞങ്ങളുടെ ശത്രുവാണ്. അയാളൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കേസെടുക്കാം. വേറൊരു പരാതി കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. മിസ്സിസ് റീതാമ്മ ഇന്നലെ സ്റ്റാൻലിയുടെ മകളെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന് ആയിരുന്നു. അമർഷവും രോഷവും കൊണ്ട് മസിൽ പിടിച്ചു നിന്ന് റീതാമ്മ ഞൊടിയിടയിൽ കാറ്റുപോയ ബലൂൺ പോലെയായി. വീണ്ടും വീണ്ടും SI അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. കാറിടിച്ച് പരിക്കേറ്റ അലീന എന്ന പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആ കുട്ടിയുടെ കാലിന് ഫ്രാക്ചർ ഉണ്ട്. പെട്ടെന്ന് അച്ഛൻ കുഞ്ഞ് ചോദിക്കുകയാണ്, അയാൾ അവളുടെ മകളാണ് എന്നുള്ളതിന് എന്താണ് തെളിവ്? അതൊക്കെ സ്റ്റാൻലി ഹാജരാക്കിക്കൊള്ളും, നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ പരാതിയുടെ മേൽ കേസ് ചാർജ് ചെയ്യണോ അതോ കടലാസ് എല്ലാം കൂടി ചവറ്റുകുട്ടയിലിടണോ? നല്ലതുപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഏലിയാസ് റീതാമ്മയെ കണ്ണടച്ച് കാണിച്ചു. സാർ, ഒരു മിനിറ്റ്. സേവിച്ചൻ റീതാമ്മയും വിളിച്ചുകൊണ്ട് SIയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പറയുകയാണ്, കേസും വഴക്കും ഒന്നും വേണ്ട. അതാണ് ബുദ്ധി. വെറുതെ എന്തിനാ കല്ലേ കടിച്ച് പല്ല് കളയുന്നത്? അങ്ങനെ ഒടുവിൽ റീതാമ്മയും ആങ്ങളമാരും പരാതി പിൻവലിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തലയുയരി പുറത്തു വന്നതിന് ശേഷം റീതാമ്മയെ ശാസിച്ചുകൊണ്ട് ഏലിയാസ് പറയുകയാണ്, നിനക്കിതിനൊരു പാഠമായിരിക്കട്ടെ. നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ നീ ഈ പെണ്ണിന്റെ കാലിൽ കൂടെ കാറ് കയറ്റിയത്. അവളെ ഇടിച്ചു കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവളുടെ കാൽ ഓടിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒന്നാം തരം അവസരമായിരുന്നു എനിക്ക് കിട്ടിയത്. റീതാമ്മയ്ക്ക് വൈരാഗ്യം അടങ്ങുന്നില്ല. അപ്പോൾ വീണ്ടും ഏലിയാസ്, ഇനിയിപ്പോൾ നീ എന്തോന്ന് ഈ ഉരുട്ടിക്കൊണ്ട് നടക്കും റീതാമ്മേ? നിനക്ക് മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിലും കാർ വേണമായിരുന്നല്ലോ. എൽസമ്മയും മക്കളും ഒക്കെ വേണ്ടി സ്റ്റാൻലി കൊടുത്ത കാറ് നീ നിന്റെ സ്വന്തം പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അയാൾ എൻ്റെ കാർ ഇടിച്ച് തകർത്തെങ്കിലേ ഞാനേ അയാളുടെ പണം കൊണ്ട് തന്നെ റെൻ്റ് കാർ എടുത്ത് കറങ്ങി നടക്കും, കണ്ടോണം എന്ന് റീതാമ്മ പറയുകയാണ്. അങ്ങനെ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ വരാനിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.